നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം നാടിന് സമർപ്പിച്ചു. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ 3 കോടി രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. ജനപക്ഷത്ത് ചൂടുറപ്പിച്ചു നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് കരുത്തേറുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊടുങ്ങല്ലൂരിൽ വാട്സാപ്പിൽ വന്ന ലിങ്ക് തുറന്ന യുവാവിന് 66,000 രൂപ നഷ്ടപ്പെട്ടു. ലോകമലേശ്വരം ഉഴുവത്ത് കടവുപാറയിൽ ഷാഹുൽ ഹമീദാണ് ഓൺലൈൻ തട്ടിപ്പിനിരയായത്. വാർത്തകൾ വിശദമായി. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചു. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ 3 കോടി രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി സമർപ്പണം നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പുതുതായിട്ടിപ്പോൾ ഇതിന് തുടക്കം കുറിക്കുമ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിളക്ക് കൊളുത്തുവാനായിട്ടാണ് എന്നെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചത്. അന്ന് ഇവിടുത്തെ ഭാരവാഹികൾ എന്നോട് സൂചിപ്പിച്ചു, ഈ അമ്പലം ഒന്ന് പുനരുദ്ധാരണം നടത്തണം എന്നുള്ള ഒരു സൂചന എനിക്ക്. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയർമാൻ K രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി യാക്കോബ്, വാർഡ് മെമ്പർ PS സന്തോഷ് കുമാർ, മുസ്ലിസ് പൈതൃക പദ്ധതി മാനേജിംഗ് ഡയറക്ടർ ഷാരോൺ വീട്ടിൽ, വിഷ്ണുരാജ് എന്നിവർ പ്രസംഗിച്ചു. ജനപക്ഷത്ത് ചൂടർപ്പിച്ചു നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് കരുത്തേറുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാണിജ്യ താൽപര്യങ്ങളെക്കാൾ സാധാരണക്കാരായ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളാണ് വാർത്തകളിൽ നിറയേണ്ടതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മുഴുവൻ ഭാരവാഹികളും വനിതകളാണെന്നത് ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷിന് മന്ത്രി സമ്മാനിച്ചു. ജനയുഗം മുൻ ലേഖകൻ CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ വിനീഷ് വിശത്തിനും, പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം തൃശൂർ ACVയിലെ പ്രദീപ് ഉണ്ണിക്കും, കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം ചേലക്കര CCVയിലെ ധന്യ മണികണ്ഠനും, പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരം പുതുക്കാട് NCTVയിലെ ആൻഡോ കല്ലേരിക്കും, കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പബ്ലിക് തൃശൂരിലെ ശിവപ്രസാദ് പട്ടാമ്പിക്കും, മികച്ച വാർത്താ ചിത്രത്തിനുള്ള AP തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാളിനും മന്ത്രി സമ്മാനിച്ചു. സത്യസന്ധതയോടെ ആർജവത്തോടെ സമൂഹത്തിനു വേണ്ടി മറ്റുള്ളവർക്കു വേണ്ടി നിലയുറപ്പിച്ചുകൊണ്ട് വാണിജ്യപരമായ താൽപ്പര്യങ്ങളേതുമില്ലാതെ പത്രപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന പ്രതിഭാശാലികളായിട്ടുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്ക് അവാർഡ് നൽകാൻ പ്രസ് ഫോറം തയ്യാറായതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് വനിതകൾ സാരഥികളായിട്ടുള്ള ചാലക്കുടി പ്രസ് ഫോറം അത്തരത്തിൽ തങ്ങൾക്കിടയിലെ പ്രതിഭാശാലികൾക്ക് അംഗീകാരം കൊടുക്കാൻ തയ്യാറായ ഈ വേളയിൽ അത് ചെയ്യാൻ ഒരു വനിത തന്നെ വേണമെന്ന നിർബന്ധത്തോടു കൂടി എന്നെ ക്ഷണിച്ചതിന് ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. 5,000 രൂപയും ഫലകവും വീതം അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരങ്ങൾ. സമ്മേളനത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 100ഓളം പത്ര ഏജന്റുമാരെ MLA ഉപഹാരം നൽകി ആദരിച്ചു. നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായ വിതരണം നടത്തി. പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ
KA ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസി ഫ്രാൻസിസ്, MS സുനിത, അമ്പിളി സോമൻ, മായ ശിവദാസൻ, പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത, കലാഭവൻ ജയൻ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ അനധികൃതമായി സ്ഥാപിച്ച തട്ടുകടകൾ നഗരസഭാ അധികൃതർ പൊളിച്ചു നീക്കി. കാവൽക്കടവ് തോടിന് സമീപം സ്ഥാപിച്ച തട്ടുകടകളാണ് നീക്കം ചെയ്തത്. നഗരസഭാ വെൻഡിംഗ് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാത്ത കടകളാണ് പൊളിച്ചു നീക്കിയതെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു തട്ടുകടകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നഗരത്തിൽ പലയിടങ്ങളിലും അനധികൃത കച്ചവടം നടത്തുകയും ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. പുത്തഞ്ചിറ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മയക്കുമരുന്ന് വിപത്തിനെതിരെ ബോധവൽക്കരണ ബൈക്ക് റാലി നടത്തി. മാണിയംകാവിൽ നിന്നും ആരംഭിച്ച റാലി റിട്ടയർ SP ജയരാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ബൈക്ക് റാലിയാണ്. നിങ്ങളൊന്നും കരുതുന്ന രീതിയിലുള്ള ഒരു ചെറിയ അപകടമൊന്നുമല്ല ഇത്. ഇതിൻ്റെ റൂട്ട് ലെവൽ വരെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ, പോലീസിൻ്റെ ഭാഗമായിട്ട്. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഓരോ ഗ്രാമത്തിലും ബാധിക്കുന്ന, ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന അതിഗൗരവമായൊരു വിഷയമാണ് ഇത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ്. ബാംഗ്ലൂർ കഴിഞ്ഞാൽ കൊച്ചിയാണ് ഇതിൻ്റെ ഹബ്ബ്. ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങൾ നടക്കുന്ന ഗ്രാമങ്ങളിലാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക. നമ്മൾ പരിചയമില്ലാത്തൊരു വാഹനം കണ്ടു കഴിഞ്ഞാൽ, പരിചയമില്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കുറേ ടോൾ ഫ്രീ നമ്പറുകളൊക്കെ തന്നിട്ടുണ്ട്, യോദ്ധാവ് എന്നൊക്കെ പറഞ്ഞ് കേരള പോലീസിൻ്റെ, അതിലൊക്കെ അറിയിക്കുക. അസോസിയേഷൻ പ്രസിഡന്റ് VK ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. AS ബാവുട്ടി, KVVES യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ, വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് CC അനിത, ജിനീഷ് ജുവൽരാജ്, വനിത രമദേവി വല്ലത്ത്, ധന്യ ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി. ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത് കൊടുങ്ങല്ലൂരിൽ വാട്സാപ്പിൽ വന്ന ലിങ്ക് തുറന്ന യുവാവിന് 66,000 രൂപ നഷ്ടപ്പെട്ടു. ലോകമലേശ്വരം ഉഴുവത്തുകടവ് സ്വദേശി പാറയിൽ ഷാഹുൽ ഹമീദാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത്. ഇന്ന് രാവിലെയാണ് ഷാഹുൽ ഹമീദിന്റെ ഫോണിലേക്ക് ഇൻസെന്റ് ബാങ്കിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാട്സപ്പ് സന്ദേശം വന്നത്. തനിക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്നുമുള്ളതാണെന്ന് കരുതി ഷാഹുൽ ഹമീദ് സന്ദേശം തുറന്നു നോക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുകയും ചെയ്തു. തട്ടിപ്പിനിരയായതായി മനസ്സിലായതോടെ സൈബർ പോലീസിലും കൊടുങ്ങല്ലൂർ പോലീസിലും ഷാഹുൽ ഹമീദ് പരാതി നൽകി. ബാങ്കിൻ്റെ ആപ്പിൻ്റെ പോലെ തന്നെ ഒരു ലിങ്ക് നമ്മളെ വാട്സപ്പിൽ വന്നതിന് ശേഷം അത് പ്രസ്സായപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാളായി. അതിനുശേഷം കുറേ മെസ്സേജുകൾ വന്നു. ബാങ്കിൽ നിന്ന് വരുന്ന പോലെ തന്നെ തോന്നുന്നു കുറേ മെസ്സേജുകൾ വന്നു. ഒരു 9 മണിക്ക് മുന്നായിട്ട് അങ്ങനെ കുറേ മെസ്സേജുകൾ വന്നു. അതിനുശേഷം ഒരു 9:53 നാളെ കയ്യിൽ നിന്ന് 66,000 രൂപ ഡെബിറ്റായെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. മാള IST ഇഫ്താർ സംഗമം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് അവരുടേതായിട്ടുള്ള പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യസ്തതകളില്ലാതെ തന്നെ സ്നേഹിക്കുവാനും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുവാനുമുള്ള ഒന്ന് തന്നെയായിട്ടാണ് അതിനെ കാണുന്നത്. സാഹോദര്യങ്ങളിൽ ഒരു ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. അതാണ് തീർച്ചയായിട്ടും ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് തന്നെ. മുസൽമാൻ ചെയ്യേണ്ടതായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് 4ാമത് പറയുന്ന നോമ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നോമ്പെടുക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള മാനസികമായിട്ടുള്ള എല്ലാത്തിനെയും തെറ്റായിട്ടുള്ള എല്ലാ പ്രവണതകളെയും ഒഴിവാക്കുക എന്നുള്ളത്. മറ്റൊരാളെ വഴക്ക് പറയുവാൻ, മറ്റൊരാളെക്കുറിച്ച് മറ്റ് കടന്നു വരാത്ത രീതിയിലേക്ക് നമ്മൾ പറയുന്നത്. അതാണ് ഏറ്റവും ശാരീരിക
അത് നമ്മുടെ സമൂഹത്തിലേക്ക് നാം കൊച്ചുമക്കൾ ഉൾപ്പെടെയുള്ളവർ എന്തെങ്കിലും ചെറിയ വീട് എടുക്കാവുന്നതാണ്. ഇമാം അമീർ ഷാ റമദാൻ സന്ദേശം നൽകി. മൈമൂന കോറത്ത് ഖുറാൻ പാരായണം നടത്തി. മള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ശാന്തി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ചന്ദ്രൻ, എ അഷ്റഫ്, പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു അശോക്, സാബു പോൾ, പി കെ സുധീഷ് മാഷ്, പി കെ സുഗതൻ മാഷ്, ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ എന്നിവർ സംസാരിച്ചു. പി ടി പാപ്പച്ചൻ, ജോഷി പെരേപ്പാടൻ, ടി കെ മജീദ് മാഷ്, എ കെ സാദിഖ്, ഡേവിസ് പാറേക്കാട്, ടി ജെ ആൻഡു, ഡോക്ടർ കെ കെ അബ്ദുസലാം, കെ എം അബ്ദുൾ ജലീൽ, എ ത്വാഹ, കെ എസ് സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുനരുദ്ധാരണം പൂർത്തിയാക്കിയ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം നാടിന് സമർപ്പിച്ചു. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ 3 കോടി രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണം നടത്തിയത്. ജനപക്ഷത്ത് ചൂടുറപ്പിച്ച് നിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് കരുത്തേറുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. മേഖലയിലെ മൺമറഞ്ഞ മാധ്യമപ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൊടുങ്ങല്ലൂരിൽ വാട്സാപ്പിൽ വന്ന ലിങ്ക് തുറന്ന യുവാവിന് 66,000 രൂപ നഷ്ടപ്പെട്ടു. ലോകമലേശ്വരം ഉഴുവത്ത് കടവുപാറയിൽ ഷാഹുൽ ഹമീദാണ് ഓൺലൈൻ തട്ടിപ്പിനിരയായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.